ശരിക്കും ഈ ജിഷ കേസിൽ ഒരു ആത്മാവിന്റെ സാന്നിധ്യം, ജിഷയുടെ ആത്മാവിന്റെ സാന്നിധ്യം ഉണ്ടോ? ഈ കേസിന് തുമ്പില്ലാതായപ്പോൾ എന്നെ പിടിച്ച് കേസിൽ ഉൾപ്പെടുത്തിയതാണ്. ഞാനല്ല ഇത് ചെയ്തത്. സാധാരണ കുറ്റവാളികൾ ജയിലിൽ വന്നാൽ അവർക്ക് മനസാക്ഷി കുത്തുന്നൊരു സാധനമുണ്ട്. അവർ വളരെയധികം ദുഃഖിതരാവുകയും അവർ വളരെ പരിഭ്രാന്തരാവുകയും ചെയ്യും. മരിച്ചുപോയ പെൺകുട്ടി ആത്മാവിൻ്റെ രൂപത്തിൽ അവിടെ വരികയും പലരെയും ശല്യം ചെയ്യുകയും ചെയ്തു. പക്ഷേ ആത്മാവ് ഒന്ന് വേറൊരാളുടെ പേര് പറഞ്ഞാൽ ഇന്ത്യയിലെ ശിക്ഷാ നിയമപ്രകാരം തെളിവില്ല. അമീറുൽ ഇസ്ലാം അല്ലായിരുന്നു പ്രതിയെങ്കിൽ ആര് എന്ന ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയല്ലേ? ഈ ആത്മാവിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഞാൻ കുറേ വീഡിയോകൾ കണ്ടിട്ടുള്ള ഒരു കേസാണ് പെരുമ്പാവൂരിലെ ജിഷ കൊലപാതക കേസ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആളൂരിൻ്റെ ഓഫീസിലെ ഒരു വ്യക്തിയുമായി ഞാൻ സംസാരിക്കുമ്പോൾ ആ ഓഫീസിൽ പരക്കെ പറയുന്നൊരു കാര്യമുണ്ട്. ജിഷ കേസിൻ്റെ കേസ് ഫയല് ആ ഓഫീസിൽ എന്തെങ്കിലും ആരെങ്കിലും തുറന്നിട്ടുണ്ടെങ്കിൽ ആ ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം. ശരിക്കും ഈ ജിഷ കേസിൽ ഒരു ആത്മാവിന്റെ സാന്നിധ്യം, ജിഷയുടെ ആത്മാവിന്റെ സാന്നിധ്യം ഉണ്ടോ? പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും അങ്ങനെ ഒരു പോസിബിലിറ്റിയെ പറ്റി പറയുന്നു. പക്ഷേ എനിക്ക് വളരെ പ്രിയപ്പെട്ട രണ്ടുപേരാണ് ആ കേസ് അന്വേഷിച്ചത്. അതുകൊണ്ട് അതിനെപ്പറ്റി ഒരു സന്ദേഹം പറയാൻ ഞാൻ തയ്യാറല്ല. എൻ്റെ തന്നെ ശിക്ഷകണങ്ങൾ ഉൾപ്പെട്ട ഒരു കേസിൽ ഞാനങ്ങനെ ഒരു സന്ദേഹം പ്രകടിപ്പിക്കാൻ പാടില്ല. പക്ഷേ ജയിലിൽ, ഈ ബംഗാളി കിടക്കുന്ന ജയിലിലെ ഞാൻ 4 കൊല്ലം ജയിൽ സൂപ്രണ്ടായിരുന്നു. ആ ജയിൽ സൂപ്രണ്ടുമാരൻ ചോദിച്ചു, ഇവരുമായി സംസാരിച്ചിട്ടുണ്ടോ? അപ്പം അവർ പറഞ്ഞു, ഞങ്ങൾ നേരിട്ട് സംസാരിച്ചിട്ടില്ല. പക്ഷെ ജയിലിൽ കുറേ ബംഗാളികൾ കിടപ്പുണ്ടായിരുന്നു. ആ ബംഗാളികളെ കൊണ്ട് ഇവനോട് സംസാരിപ്പിച്ചു. അവർ സെയിം വാർഡിൽ കിടക്കുകയാണ്. അപ്പോൾ ബംഗാളികളുടെ വാർഡിൽ ഇവനെ കൊണ്ടിട്ടിട്ട് ഇവർ തമ്മിൽ സംസാരിച്ചിട്ട് അവർ CCTV സ്വിച്ച് ഓൺ ചെയ്ത് വെച്ചു. ഇവരുടെ സംഭാഷണം റെക്കോർഡ് ചെയ്യാണ്. അപ്പോൾ അവനറിയുന്നില്ല അവൻ്റെ സംഭാഷണം റെക്കോർഡ് ചെയ്യുന്നത്. അവനോട് സംസാരിക്കുന്ന ബംഗാളി അറിയുന്നില്ല അവർ സംഭാഷണം റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ബംഗാളിയിലാണ് സംസാരിക്കുന്നത്, ആർക്കും മനസ്സിലാവുന്നുള്ള രീതിയിൽ. പക്ഷേ ഈ സംസാരിച്ച സംഭാഷണം ബംഗാളികളെ കൊണ്ട് തന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ അതിലുടനീളം റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ മനുഷ്യൻ പറയുന്നു, ഐ ആം നോട്ട് ഇൻവോൾവ്. ഈ കേസിന് തുമ്പില്ലാതായപ്പോൾ എന്നെ പിടിച്ച് കേസിൽ ഉൾപ്പെടുത്തിയതാണ്. ഞാനല്ല ഇത് ചെയ്തത് എന്ന് ആ അക്യൂസ്ഡായ ആൾ പറയുന്നു. പിന്നെ സാധാരണ കുറ്റവാളികൾ ജയിലിൽ വന്നാൽ അവർക്ക് മനസാക്ഷി കുത്തുന്നൊരു സാധനമുണ്ട്. അവർ വളരെയധികം ദുഃഖിതരാവുകയും അവർ വളരെ പരിഭ്രാന്തരാവുകയും ചെയ്യും. അതിൽ ഒന്ന് കൊലപാതക കേസിലെ ആളുകൾ കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു, ഒരു അടിപിടിപ്പെട്ടു, അബദ്ധത്തിനത് വർമ്മത്തിക്കൊണ്ടും ആളങ്ങ് മരിച്ചുപോയി. ഈ ജയിലിൽ വരുന്ന കുറ്റവാളികൾക്ക് ഭയങ്കര മനസ്താപമാണ്, ഞാൻ കാരണം ഒരാൾ മരിച്ചു പോയല്ലോ എന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ നഷ്ടപരിഹാരത്തിൻ്റെ ഒരു നിയമം കൊണ്ടുവരുന്നത്. അപ്പോൾ ജയിലിൽ വരുന്ന ആളുകൾക്ക് പണ്ട് 32 രൂപ ഫീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനാണ് ഈ ചപ്പാത്തി മറ്റ് പരിപാടികളൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ആദ്യം ഒരു 3 കോടി രൂപ ലാഭം ഉണ്ടായി. അപ്പോൾ അതിന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി പറഞ്ഞു, ഈ ചപ്പാത്തി കൊണ്ടിട്ട് ജോലി ചെയ്യുന്നവർക്ക് 32 രൂപ 124 രൂപ ആക്കണമെന്ന്. അപ്പം സർക്കാർ നഷ്ടമൊന്നുമില്ലല്ലോ. സർക്കാരിൻ്റെ ഈ ഉണ്ടാകുന്ന ലാഭത്തിൽ നിന്ന് അവർക്ക് പൈസ ഇറക്കാൻ തുടങ്ങി. ഇപ്പോഴാണെങ്കിൽ കേരളത്തിൽ 10 ലക്ഷം ചപ്പാത്തി ഒരു ദിവസം ഉണ്ടാകുകയാണ്. ഈ ജയിൽ പ്രോഡക്ട്സ് എല്ലാം കൂടെ 16 കോടിയുടെ ബിച്ചാണ്. അപ്പോൾ ഇവർ 8 രൂപയുടെ ചപ്പാത്തി 2 രൂപയ്ക്ക് വിൽക്കുന്നു, 30 രൂപയുടെ വെജിറ്റബിൾ കറി 10 രൂപയ്ക്ക് വിൽക്കുന്നു, 80 രൂപയുടെ വെജിറ്റബിൾ കറി 20 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പോൾ ഇതിങ്ങനെ വിൽക്കുന്ന കാരണം വില കുറച്ച് ഇത് വാങ്ങിക്കുന്ന ആൾക്ക് 100 കോടിയോളം രൂപ ലാഭമാണ്. അപ്പോഴെന്ത് ചെയ്തു? മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നു, അദ്ദേഹത്തോട് പറഞ്ഞ് കൂലി കൂട്ടണമെന്ന്. അങ്ങനെ ഇദ്ദേഹം ഈ ഇലക്ഷൻ തൊട്ട് മുമ്പ് അവരുടെ കൂലി 600 രൂപയാക്കി. കേരളം മുഴുവൻ ഭയങ്കര ബഹളം. സർക്കാർ ശമ്പളം, തടവുകാർക്ക് ശമ്പളം കൂട്ടി കിടക്കുന്നു, ജയിലിൽ പോയി കിടന്ന 10 ലക്ഷം രൂപ കൊണ്ട് ഇറങ്ങി വരാം. പത്രങ്ങൾ ഭയങ്കര ബഹളം. അവസാനം ചാനൽ മുഴുവൻ ചർച്ച വന്നു. ഏഷ്യാനെറ്റ് എന്നെ ചർച്ചയ്ക്ക് വിളിച്ചു, സാറിന് വരാൻ ധൈര്യമുണ്ട്? ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. ഞാൻ പോയി ചർച്ചയ്ക്ക്. ഞാൻ പറഞ്ഞു, നിങ്ങളിങ്ങനെ സത്യം പറയാൻ സംസാരിച്ചാൽ സർക്കാരിന് 5 പൈസ അവർ കൊടുത്തിട്ടില്ല. ജയിലിൽ 10,500 പേര് കിടപ്പുണ്ട്. അതിൽ 3,500 പേര് സിമ്പിൾ ലൈഫ് ഇംപ്രസൺമെൻറ്റ്, അവർക്ക് ജോലിയൊന്നുമില്ല, അവർ സുഖമായിട്ടാണ് ഉറങ്ങുകയാണ്. ഒരു 3,500ഓളം പേര് പ്രിവെൻറ്റീവ് ഡിറ്റൻഷനാണ്. അവർ പുറത്തുണ്ടെങ്കിൽ കുറ്റകൃത്യം നടത്തും എന്നുള്ളത് കൊണ്ട് അവർക്ക് ജാമ്യം കൊടുക്കാതെ പിടിച്ച് അകത്തിട്ടിരിക്കുകയാണ്. അവർക്ക് ജോലി ചെയ്യേണ്ട, അവർക്ക് അതിനൊന്നും കിട്ടുന്നില്ല. പിന്നെ 14,500 പേര് കിടക്കുന്നതിനകത്ത് 3,300 പേര് മാത്രമേ ഉള്ളൂ കഠിന തടവ്. അവൻ മാത്രമേ ജോലി ചെയ്താൽ മതി.
അവന് ഇപ്പോൾ 600 രൂപ കൊടുക്കുന്നു. അപ്പോൾ ഞങ്ങളൊരു പണി പറ്റിച്ചു. അവനുണ്ടാക്കുന്ന പൈസയുടെ പകുതി അവൻ്റെ ഭാര്യയ്ക്ക് മക്കൾക്ക് അയച്ചു കൊടുക്കും. മറ്റേത് ബ്രെഡ് വിന്നറായ മനുഷ്യൻ ജയിലിൽ വരുന്നു, അവൻ്റെ കുടുംബം പട്ടിണിയായി. ബ്രെഡ് വിന്നറായ മനുഷ്യൻ ജയിലിൽ വരുന്നു, അവൻ്റെ കുട്ടികൾ ക്രൈം പാത്തിൽ പോയി അവരും കുറച്ച് കാലം കൊണ്ട് ജയിലിൽ വരികയാണ്. ചില കുടുംബങ്ങളിൽ ഒരു വരുമാനവുമില്ല. ഈ തടവുള്ളിയുടെ ഭാര്യ ശരീരം വിറ്റിട്ട് ആ വരുമാനം കൊണ്ട് മക്കളെ പോറ്റുകയാണ്. മക്കൾക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കണ്ടേ, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പാൽ വാങ്ങിച്ചു കൊടുക്കണ്ടേ, അവർ ശരീരം വിറ്റ് ജീവിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്തു, ഇവന് കിട്ടുന്ന പൈസയുടെ പകുതി നേരെ ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ ഭാര്യയ്ക്ക് ഒരു മാസം 3000-3500 രൂപ കിട്ടാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് ശരീരം വിൽക്കേണ്ട, കുട്ടികളെ കഷ്ടിച്ച് നോക്കാം. 10ാം ക്ലാസ്സിൽ താഴെ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അവന് 500 ഒരു മാസം അവൻ പഠിക്കുന്ന വിദ്യാലയത്തിലൂടെ അയച്ചു കൊടുക്കും ഫീസിന്. 10ാം ക്ലാസ്സിന് മേളിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ മാസം 1000 രൂപ അവൻ പഠിക്കുന്ന കോളേജിലോട്ട് അയച്ചു കൊടുക്കും. ജയിൽ കുട്ടികൾ MBBS പഠിച്ചു, ജയിൽ കുട്ടികൾ ബിടെക് എടുത്തു, ജയിൽ പുള്ളിയുടെ മക്കൾ പരീക്ഷ പാസ്സാവാൻ തുടങ്ങി, ഡിഗ്രികൾ പാസ്സാവാൻ തുടങ്ങി. അപ്പോൾ 50% വീട്ടിലോടങ്ങ് പോവാണ്. 30% വിക്ടിംസിന് റിലീസ് ചെയ്യാണ്. ഇവിടെ ഒരാളെ കുത്തിക്കൊന്ന ആളിന് വീട്ടിലോട്ട് ഇവൻ്റെ ശമ്പളത്തിന് 30% പോകും, 30%. അവനൊരു സ്ത്രീ ബലാത്സംഗം ചെയ്തു. ആ ബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീക്കാണ് ഈ 30% പോകുന്നത്. വിക്ടിം ഇതാണ്. ഇവൻ്റെ കിട്ടുന്ന 20%. അപ്പോൾ 600 രൂപ കൂട്ടിയപ്പോൾ ആ തടവുകാരന് 600 രൂപൻ്റെ നേരെ പകുതി 310 രൂപ ഭാര്യയ്ക്ക് പോകും. അതിൻ്റെ 30% മനസ്സിലാകുന്നുണ്ട്, അവൻ്റെ വിക്ടിമിന് പോകും. പിന്നെ ഇവന് കിട്ടുന്ന 20%. 20% കൊണ്ട് ഇവന് ബ്രഷ് വാങ്ങിക്കണം, പല്ല് തേക്കണം, സാധനം വാങ്ങിക്കണം, അവൻ ആർക്കെങ്കിലും സമ്മാനം അയക്കണം, കഴിച്ചു കൊടുക്കണം. വേറെ ചിലർ സീട്ട് വലിക്കുന്നുണ്ടാവും, അവന് സീട്ട് വാങ്ങിക്കണം. അതിനുള്ള പൈസ ജയിലിൽ നിന്ന് പുറത്ത് ഒന്നും കിട്ടത്തില്ല. അപ്പം ഞാനിത് ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ് മനസ്സിലായപ്പോൾ ജനങ്ങൾക്ക് കിട്ടി. നിങ്ങൾക്ക് 100 കോടി ലാഭം ഉണ്ടാകുന്നു, 16 കോടി സർക്കാരിന് ഖജനാവ് കിട്ടുന്നു, അതിനകത്ത് അവന് കൊടുക്കുന്നേ, അതിന് നീ എന്തിനാണ് ചിലയ്ക്കുന്നത് എന്ന് ഞാൻ ഏഷ്യാനെറ്റ് ചോദിച്ചപ്പോൾ എല്ലാവർക്കും അതോട് ചർച്ചകൾ അവസാനിച്ചു. അപ്പോൾ ഈ കേസിൽ ഈ മറ്റ് ബംഗാളികൾ സംസാരിക്കുമ്പോൾ CCTV റെക്കോർഡ് ചെയ്യുന്നത് ഞങ്ങൾ വായിച്ചപ്പം അവൻ നിരപരാധിയാണ്. അവൻ പറയുന്നത് ഐ ആം നോട്ട് ഇൻവോൾവ്, ഞാൻ ഇൻവോൾവ് അല്ല. പിന്നെ അന്ന് കേസ് തെളിയാത്തതിന് ഒരു ഭയങ്കര ബഹളമുണ്ടായപ്പോൾ എന്നെ പിടികൂടി അവിടെ തൂക്കിയിട്ടിരുന്നൊരു ഷൂസിനകത്ത് അവളുടെ രക്തവും എൻ്റെ രക്തവും കൂടെ അതിനകത്ത് വീണെന്നും പറഞ്ഞിട്ട് എന്നെ പിടിച്ചിരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ അവൻ പറഞ്ഞു എനിക്ക് തൊഴിലൊന്നുമില്ല, പട്ടിണിയായിരുന്നു, ആഴ്ച 2-3 ദിവസം പട്ടിണിയാണ്. ഇവിടെ ആകുമ്പോൾ 7 ദിവസം ആഹാരം കിട്ടും, സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. പിന്നെ പഴയ DGP അലക്സാണ്ടർ ജേക്കബ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ ചിക്കനും കിട്ടുന്നുണ്ട്, ഗോതമ്പുണ്ടയ്ക്ക് പോലെ എനിക്ക് ചപ്പാത്തി കിട്ടുന്നുണ്ട്, ആഴ്ചയിൽ 2 ദിവസം ചിക്കൻ കറി കിട്ടുന്നുണ്ട്, അനുഭവിക്കാം, അത്രയല്ലേ ഉള്ളൂ. അതെ. അപ്പോൾ അമീറുൽ ഇസ്ലാം അല്ലെങ്കിൽ ആര്, അമീറുൽ ഇസ്ലാം അല്ലായിരുന്നു പ്രതിയെങ്കിൽ ആര് എന്ന ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയല്ലേ. ആ ചോദ്യത്തിലാണ് വളരെ ശക്തനായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മരുമകനെതിരെ ആരോപണം ഉണ്ടായത്. ഞാൻ ആരുടെയും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ആരോപണം ഉണ്ടായി. അപ്പോൾ ഈ മരിച്ചുപോയ പെൺകുട്ടി ആത്മാവിൻ്റെ രൂപത്തിൽ അവിടെ വരികയും പലരെയും ശല്യം ചെയ്യുകയും ചെയ്തു. അതിൻ്റെ സാക്ഷികളായി 2-3 പേരുണ്ട്. ഞങ്ങളെ ആത്മാവിൻ്റെ രൂപത്തിൽ വന്ന് ആ പെൺകുട്ടി സംസാരിച്ചെന്ന് പറയുന്നു ഒക്കെ പറയുന്നു. പക്ഷേ ആത്മാവ് വന്ന് വേറൊരാളുടെ പേര് പറഞ്ഞാൽ ഇന്ത്യയിലെ ശിക്ഷാ നിയമപ്രകാരം തെളിവില്ല. ഇറ്റ് ഈസ് നോട്ട് ആൻ എവിഡൻസ്. അപ്പം ഞാൻ തളിപ്പറമ്പിൽ മരിച്ച ആളിൻ്റെ ആത്മാവിനെ വിളിച്ചു വരുത്തി കേസ് തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് കേസ് ഡയറി ഇല്ല. പക്ഷേ ഈ കഥ ഇപ്പോഴും കേൾക്കുമ്പോൾ കളിയാക്കുന്നവരുമുണ്ട്, ഇതൊന്നും സത്യമല്ല എന്ന് പറയുന്നവരുണ്ട്. ആത്മാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ പറയും ഇത് ശുദ്ധ കള്ളാന്ന് പറയും, മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ആത്മാവ് എന്താണെന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ചിലർ പറയും ദൈവമില്ല എന്ന് പറയും. അപ്പം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഭൂമിയിൽ ലക്ഷക്കണക്കിന് സ്പീഷീസ്, ഓരോന്നിൻ്റെ ശരീരം വളരെ കോംപ്ലിക്കേറ്റഡാണ്. നമ്മുടെ ഒരു ഹാർട്ട് വളരെ കോംപ്ലിക്കേറ്റഡ്, നമ്മുടെ ലിവർ അതിനേക്കാളും, നമ്മുടെ ബ്രെയിൻ, നമ്മളതിൻ്റെ സ്ട്രക്ചർ പഠിച്ച് അമ്പരന്ന് പോകും. അപ്പോൾ ഇങ്ങനെയുള്ള വൈവിധ്യം എന്ന് വെച്ചാൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സ് അത് തന്നെത്താനെ ഉണ്ടാവും എന്ന് വിശ്വാസി പറയാണ്. അത് യുക്തിയല്ലല്ലോ, യുക്തിയില്ലാത്ത വാദമല്ലേ. പ്രപഞ്ചം മുഴുവൻ തന്നെത്താനുണ്ടായി എന്ന് പറഞ്ഞാൽ യുക്തി ഉണ്ടോ? ആ വാദത്തിന് യുക്തിയില്ലല്ലോ. അപ്പോൾ എന്നെപ്പോലൊരു വിശ്വാസി പറയുന്നു ഈശ്വരനുണ്ട്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ കണ്ണും മൂക്കും ചെവിയുള്ള ഈശ്വരനെന്ന് വെച്ചാൽ ആണെന്ന് ഞാൻ പറയത്തില്ല. പ്രപഞ്ചത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ഒരു യൂണിഫോംഡ് കോസ് ഉണ്ട്, അല്ലെങ്കിൽ യൂണിവേഴ്സൽ എനർജി ഉണ്ട്.
അല്ലെങ്കിൽ ഒരു പ്രിമീവൽ റീസൺ ഉണ്ട്. എന്ത് പേര് വേണേലും വിളിച്ചോ, അല്ലെങ്കിൽ ബെർണാഡ് ഷാ പറയുന്ന എലാൻ വൈത്തൽ എന്ന് വിളിക്കുന്ന സാധനമായിരിക്കും. പക്ഷേ അങ്ങനെ ഒരു കേന്ദ്രീകൃത ശക്തിയിൽ നിന്നാണ് ലോകത്തിലെ ഈ വൈവിധ്യം, കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ, ലക്ഷക്കണക്കിന് ഗ്രഹങ്ങൾ, ഭൂമിയിൽ ഇത്രത്തോളം ലാക്സ് ഓഫ് സ്പീഷീസ്, മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്, ആനിമൽസ്, അവരുടെ ശരീരം വളരെ കോംപ്ലിക്കേറ്റഡ്, ദേ സർവൈവ്. ഇറ്റ് ഹാസ് നോ റീസൺ, ഇറ്റ് ഹാസ് നോ പ്രൈം കോസ്, ദർ ഇസ് നോബഡി ഹു ക്രിയേറ്റഡ് എന്ന് പറഞ്ഞാൽ അതിന് യുക്തിവാദം എന്നല്ല വിളിക്കുന്നത്, യുക്തിയില്ലാത്ത വാദമാണ്, ബുദ്ധിശക്തി ഇല്ലാത്ത വാദമാണ്. ഇപ്പോൾ പ്രപഞ്ചത്തിലെ 10% നമുക്ക് കാണാൻ പറ്റുള്ളൂ. 80% യൂണിവേഴ്സ് ഈസ് ബ്ലാക്ക് വേൾഡ്, ഡാർക്ക് വേൾഡാണ്. അവിടെ പ്രകാശം ഇല്ല. ഈ പ്രകാശം എന്ന് പറയുന്ന 20% ഉള്ളതിൽ മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, അത്രേ ഉള്ളൂ. അതായത് മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന 10% യൂണിവേഴ്സാണ്. 90% യൂണിവേഴ്സ് വി കനോട്ട് സീ. മനുഷ്യൻ്റെ ചെവി കൊണ്ട് കേൾക്കാൻ പറ്റുക 20 ഡെസിബിൾ തൊട്ട് 20,000 ഡെസിബിൾ വരെ. അതിനപ്പുറത്തുള്ളതും ഇപ്പുറത്തുള്ളതും മനുഷ്യന് കേൾക്കാൻ ഒക്കെയില്ല. പട്ടി കേൾക്കാൻ ചില ശബ്ദം, പട്ടി എഴുന്നേറ്റ് കുരച്ചളയും. പട്ടി കേൾക്കാവുന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റുന്നത് നമുക്ക് വിചാരിക്കും ഇത് പട്ടി തന്നെ വെറുതെ കുരയ്ക്കുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ ഓരോ ജന്തുവിനും ഇത് വ്യത്യാസമാണ്. പക്ഷേ ടോട്ടൽ പ്രപഞ്ചത്തിലെ സംഭവങ്ങളിൽ മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന 10% ഉള്ളൂ. നമുക്ക് 5 ഇന്ദ്രിയങ്ങളെ നൽകപ്പെട്ടിട്ടുള്ളൂ. അപ്പം ഈ ഭൂമിയിൽ 12ഓളം സെൻസസ് ഉണ്ട്. ഹ്യൂമൻ ബോഡി ഹാസ് ഓൺലി 5 സെൻസസ്. അപ്പോൾ 12 സെൻസസ് ഉള്ള ഈ യൂണിവേഴ്സിൽ നമുക്ക് 5th ഡയമെൻഷൻ ഉണ്ട്, ചിലപ്പോൾ ഒരു 6th ഡയമെൻഷൻ കാണാമെന്ന് പറയുന്നു, വീടുണ്ടോ. പക്ഷേ ആകെയുള്ള 12 ഡയമെൻഷനിൽ 5 ഡയമെൻഷൻ മാത്രമുള്ള 12 ഇന്ദ്രിയങ്ങളിൽ 5 മാത്രം നൽകപ്പെട്ട മനുഷ്യൻ. അതുകൊണ്ട് മനസ്സിലാക്കുന്നത് ഈ ഭൂമിയിലുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഫൂളിഷ്നെസ് അല്ലേ. എന്നിട്ട് ഇത് മനസ്സിലാക്കാൻ നമുക്ക് ആകെയുള്ളത് 1350 ഗ്രാമുള്ള തലച്ചോറാണ്. അതിൻ്റെ സെർബെല്ലും മെഡുല്ല ഒബ്ലോങ്കറ്റയും പോയി. ബാക്കി 950 ഗ്രാമുള്ള സെർബറത്തിൻ്റെ 650 ഗ്രാമേ ഉള്ളൂ സെൻസറി പെർസെപ്ഷൻ ഉള്ളത്. അപ്പോൾ ഈ 650 ഗ്രാമുള്ള തലച്ചോറുമുണ്ട്. ഇത്ര വൈവിധ്യമാണ് ലോകത്തെ മുഴുവൻ മനസ്സിലാക്കി കളയുന്നൊരു മനുഷ്യൻ. എൻ്റെ യുക്തി കൊണ്ട് ഞാൻ മനസ്സിലാക്കുമെന്ന് പറഞ്ഞാൽ ഈസ് എൻ ഇഡിയറ്റ്. അത് യുക്തിവാദമല്ല, യുക്തി ഇല്ലാത്ത വാദമാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഞാൻ വിശ്വസിക്കുന്ന ഈശ്വരൻ കണ്ണും മൂക്കുള്ള ദൈവം ഈശ്വരനല്ല. ഇറ്റ്സ് എ യൂണിവേഴ്സൽ കോസ്, യൂണിവേഴ്സൽ കോൺഷ്യസ്നസ് ഓർ യൂണിവേഴ്സൽ എനർജി, എന്ത് വേണമെങ്കിലും വിളിച്ചോ. അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ ശരീരത്തിലുള്ള അത്. അത് നമ്മുടെ ശരീരം നശിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് അല്ലെങ്കിൽ ആ എനർജി, യൂണിവേഴ്സൽ എനർജി ലയിക്കും. യൂണിവേഴ്സൽ ലയിച്ചു കഴിഞ്ഞാൽ അത് മോക്ഷമാണ്, സ്വർഗമാണെന്നൊക്കെ പറയും. ലയിക്കാത്തത് ഭൂമിയിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് വേറൊരു ശരീരത്തിൽ പ്രവേശിച്ച് അത് കുറച്ചു കാലം കഴിഞ്ഞ് വേറൊരു രൂപത്തിൽ വരും. അതെ. ഇപ്പോൾ ഈ ജിഷ കേസിൽ ഈ പറഞ്ഞ പോസിബിലിറ്റി അവിടെ നിലനിൽക്കുകയല്ലേ, ആത്മാവിനോട് സംസാരിച്ച് കേസ് തെളിയിക്കുക എന്നുള്ള പോസിബിലിറ്റി അതുണ്ട്. പക്ഷേ ജിഷയുടെ അനിയത്തി അല്ലെങ്കിൽ സ്വന്തം സഹോദരി, ആ സഹോദരി സമ്മതിച്ചാൽ ആ സഹോദരി ആ ശരീരത്തിലോട്ട് ജിഷയുടെ ആത്മാവിനെ വിളിക്കാൻ പറ്റും. എ ലിവിങ് റിലേറ്റീവ് എലോൺ കാൻ റിസീവ് ദ ഡെഡ് സോൾ. പക്ഷേ ആത്മാവിനെ വിളിക്കുന്ന കാര്യം സംസാരിച്ചപ്പോൾ ജിഷയുടെ ഫാമിലി എഗ്രി ചെയ്യുന്നില്ല. ഇതാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. അത് ഭയത്തിന്റെ പുറത്താണോ അതോ പലതും മറച്ചു വെക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാനൊക്കെ തരല്ലോ, വി ഡോണ്ട് നോ. ബട്ട് ആത്മാവിനെ വിളിച്ചു വരുത്തുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ അവർ സമ്മതിക്കുന്നില്ല. ഇപ്പോൾ തലപ്പറമ്പ് കേസിൽ മരിച്ച 54 വയസ്സുള്ള ആളിൻ്റെ 14 വയസ്സുള്ള ആൺകുട്ടി അതിന് കേസ് തെളിയിക്കാൻ കോപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് ആളിനെ വിളിച്ചു വരുത്തി കേസ് തെളിയിക്കാൻ പറ്റിയത്. അല്ലാത്ത കേസ് എന്ത് ചെയ്യും? അല്ലാതെ ഒരാൾ വില്ലിങ് അല്ലെങ്കിൽ എന്ത് ചെയ്യും? നോബഡി ക്യാൻ ബി കോൾഡ്. മനസ്സിലാവും. അത് തന്നെയാണ് ഇതിന്റെ അനിശ്ചിതത്വം എന്ന് പറയുന്നതും. ഇപ്പം കേരളത്തിൽ ആത്മാവിനെ വിളിച്ചു വരുത്താൻ കപ്പാസിറ്റി ഉള്ളൊരു 4-5 പേരേ ഉള്ളൂ. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ ഒരു ആക്ട് പാസ്സാക്കി മന്ത്രവാദം ശിക്ഷിക്കുന്നത് നമ്മൾ കുറ്റമായി മാറി. അപ്പോൾ ഇപ്പോൾ ഈ ആത്മാവിനെ വിളിച്ചു വരുത്താൻ കഴിവുള്ള 5 പേരും ഇതിന് കൂട്ടു നിൽക്കുന്നില്ല. ഏത് സമയത്തും ഒരു ചതിയിൽപ്പെട്ടാൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും തടവ് ശിക്ഷ ഉണ്ടാവുകയും ചെയ്യും. വെറുതെ എന്തിനാണ് ഇതിന് പോകുന്നത്? അതുകൊണ്ട് ദേ ആർ നോട്ട് വില്ലിങ്. അപ്പോൾ ഒരു കേസിൽ ഒരു ആൺകുട്ടി സൂയിസൈഡ് ചെയ്ത കേസിൽ അത് തെളിയിക്കണം. അപ്പോൾ അമ്മ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ അവർക്ക് നമ്പറെല്ലാം കൊടുത്തു. അവർ 5 പേരെ വിളിച്ച് 5 പേര് പറഞ്ഞ് വരത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത് അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ നിങ്ങളെ വിളിക്കുന്നത്, അദ്ദേഹം വിളിച്ചാലോ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വിളിച്ചാൽ ചിലപ്പോൾ എനിക്ക് വരാൻ പറ്റും. പക്ഷേ അദ്ദേഹം വിളിക്കുന്നത് രഹസ്യമായിട്ട് ഒരാൾ അറിഞ്ഞാൽ ഞാനും അദ്ദേഹവും കേസിൽ പെടില്ലേ എന്ന് ചോദിച്ചു. അതുകൊണ്ട് ഇപ്പോൾ കേരളത്തിന് പവറുള്ള 5 പേരും
ഇതിന് തയ്യാറാവുന്നില്ല. ഉം. പക്ഷെ മധ്യപ്രദേശിൽ ഒരു സന്യാസിയുണ്ട്. ഉം. ആ സന്യാസി ഇങ്ങനെ ആത്മാക്കളെ വിളിച്ചു വരുത്തി കേസിലേക്ക്. അപ്പോൾ പോലീസിന് ഒരു തുമ്പും കിട്ടാത്തൊരു കേസ് ഉണ്ടെങ്കിൽ പോലീസ് ഇദ്ദേഹത്തെ വിളിക്കും. അദ്ദേഹം 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പഠിത്തത്തിൽ വളരെ മോശമായതുകൊണ്ട് സാറന്മാർ ഇയാളെ എപ്പോഴും വഴക്ക് പറയും. ഉം. അങ്ങനെ ഇയാൾ സ്കൂളിൽ നിന്ന് ഇറങ്ങി ഓടി ഒരു ആശ്രമത്തിൽ ചെന്ന് കയറി ഗുരുവിൽ നിന്ന് പഠിച്ചതാണ്. അപ്പോൾ പഡ്ഗോങ്കർ എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ, അദ്ദേഹം മധ്യപ്രദേശ് പോലീസ് പലതവണ ഒരു തുമ്പും കിട്ടാത്ത കേസിൽ ഇങ്ങനെ പോയി വിളിച്ചോണ്ട് വരും. ഇങ്ങനെ പോയി വിളിച്ചോണ്ട് വന്ന് മർഡർ കേസ് നടന്ന സ്ഥലത്ത് ഇയാൾ കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ സന്യാസി കണ്ണടച്ച് കുറച്ചു നേരം ധ്യാനിച്ച ശേഷം പറയും, സോൺ സോക്കിൽഡിയും, അവൻ ഇന്ന ആയുധമായിട്ട് വന്നു, ഇന്നടത്ത് നിന്ന് ഇയാളെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്നു, ഇന്ന രീതിയിലാണ് കൊല്ലുന്നത്. ഇപ്പം മധ്യപ്രദേശിൽ 39ഓളം കേസ് അവൻ തെളിയിച്ചിട്ടുണ്ട്, ഈ സന്യാസി തെളിയിച്ചിട്ടുണ്ട്. അപ്പം ഞാനിത് പോലീസ് ഉദ്യോഗസ്ഥന് പറഞ്ഞു, അയാളവൻ സമ്മതിക്കത്തില്ല. അതുപോലെ പൊട്ടത്തരായിരിക്കും. ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ആരുടെയും തന്നെ കേസ് വെക്കാൻ വേണ്ടി ഇയാളെ ആയുധമായിട്ട് ഉപയോഗിച്ചിട്ട് പിടിക്കുകയാണ്. അപ്പം എന്ത് ചെയ്യാൻ അങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ കേസ് തെളിഞ്ഞില്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന് ചോദ്യം വരും. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന് കേസ് തെളിയിക്കാൻ ആരെങ്കിലും ഒരുത്തിന് പിടിക്കണമല്ലോ. അപ്പോൾ ഇയാൾ സ്വയം പിടിക്കാതെ ഈ സന്യാസി പറഞ്ഞാൽ പറഞ്ഞ ആളിനെ പിടിച്ച് കേസിൽ പെടുത്തുന്നതാണെന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പറയും. അപ്പോൾ നമ്മളൊന്നും പറയാൻ പറ്റത്തില്ല.